1963 രണ്ട് ആർക്കിയോളജിസ്റ്റുമാരും അവരുടെ സഹായികളും ചേർന്ന് തങ്ങളുടെ കണ്ടുപിടുത്തത്തിന്റെ ഭാഗമായ ഒരു പുരാതനമായ ലോഹപ്പെട്ടി ഭൂമിക്കടിയിൽ നിന്നും കണ്ടെത്തുകയാണ്. അത് നടന്ന് ഒരുപാട് കാലം കഴിഞ്ഞ് ഒരു പെൺകുട്ടി തന്റെ അപ്പാർട്ട്മെന്റില് സഹോദരനുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നതെല്ലാം വളരെ വിചിത്രമാണെന്നും തനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് മാറണമെന്നും അവള് സഹോദരനോട് പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ ടിവിയുടെ സ്ക്രീനൊക്കെ ബ്ലറായി ആരുടെയോ കാൽപാദങ്ങൾ തന്റെ അടുത്തേക്ക് വരുന്നതായിട്ട് അവള് കാണുന്നത്. അവൾ അങ്ങനെ പേടിച്ചു നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് കറണ്ടും പോകുന്നത്. കൂടാതെ ആ മുറിയുടെ മൂലക്കിരിക്കുന്ന ഒരു പെട്ടി അവള് കാണുകയും ചെയ്യാണ്. നമ്മൾ മൂവിയുടെ തുടക്കത്തിൽ കണ്ടില്ലേ, ആ ബോക്സ് തന്നെയാണ് ഇതും. ആ ബോക്സ് അവിടെ ഇരുന്ന് അനങ്ങുന്നത് കണ്ട് അവൾ അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോ പുറകിൽ നിന്ന് ഒരു രൂപം അവളെ ആക്രമിക്കുകയാണ്. ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ ഹീറോയിനായിട്ടുള്ള ആംബറിനെയാണ്. അവൾ ഒരു കണ്ടെയ്നറിൽ അനധികൃതമായിട്ട് US കടക്കുകയാണ്. അവൾ US എത്തിച്ചേർന്നെങ്കിലും അവൾക്ക് അവിടുത്തെ ID കാർഡ് ഇല്ല. പോലീസിന്റെ മറ്റും പിടിയിലാവാതിരിക്കാൻ ഒളിച്ചാണ് അവൾ നടക്കുന്നത് തന്നെ. എങ്കിലും ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് ഒരു സ്റ്റിച്ചിങ് കമ്പനിയിൽ അവള് ജോലി നോക്കുന്നുണ്ട്. കൂടാതെ എങ്ങനെയെങ്കിലും ഒരു ഫേക്ക് ID ഒപ്പിക്കാൻ അവള് നോക്കുന്നുണ്ട്. ആംബറിന്റെ ചില റിലേറ്റീവ്സ് ഇവിടെ US താമസിക്കുന്നുണ്ട്. അവരുടെ സഹായത്തോടെ എങ്ങനെയെങ്കിലും US സെറ്റിൽ ആണോന്നാണ് അവളുടെ ആഗ്രഹം. പക്ഷെ അവരോട് അവള് കള്ളം പറഞ്ഞിരിക്കുന്നത് താൻ US തന്നെയാണ് ജനിച്ചെന്നാണ്. അവരെ ബോധിപ്പിക്കാനായിട്ട് ഇപ്പൊ അവൾക്ക് ID കാർഡും ആവശ്യമാണ്. ആംബർ ഇപ്പൊ താമസിക്കുന്ന ഹോട്ടലില് കണ്ടിന്യൂസ് ആയിട്ട് ID കാർഡ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറഞ്ഞ പൈസക്ക് വേറെ എവിടെയെങ്കിലും റൂം അവൈലബിൾ ആണോ എന്ന് അന്വേഷിച്ച് അവളൊരു പഴയ ബിൽഡിംഗ് കണ്ടെത്തുകയാണ്. ആ ബിൽഡിങ്ങിന്റെ ഓണർ തന്റെ പേര് റെഡ് എന്ന് പറഞ്ഞ് അവളെ പരിചയപ്പെടുന്നുണ്ട്. അവൾ അകത്തേക്ക് കയറുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നേരത്തെ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടില്ലേ, അതേ ബിൽഡിങ്ങിലേക്കാണ് അവൾ എത്തിയിരിക്കുന്നത്. റെഡ് ആംബറിനോട് പറയുന്നത് താൻ ഈ ബിൽഡിംഗ് ഇപ്പോ മേടിച്ചതാണെന്നും ഇപ്പോ ഇതിന് റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുമാണ്. ഇവിടെ എത്ര പേര് താമസിക്കുന്നെന്നുള്ള ആംബറിന്റെ ചോദ്യത്തിന് തന്നെ കൂടാതെ ഇവിടെ മറ്റൊരു പെൺകുട്ടി കൂടി ഉണ്ടെന്ന് പറയുകയാണ്. ഇങ്ങനെ റെഡ് ആംബറിന് റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒരു മാസത്തെ വാടക അഡ്വാൻസ് ആയിട്ട് തരണമെന്നും പറയുന്നുണ്ട്. വേറെ വഴിയൊന്നുമില്ലാതെ ആംബർ പൈസ കൊടുക്കുന്നുണ്ട്. ആംബർ അങ്ങനെ അവിടെ താമസിച്ചോണ്ടിരിക്കുമ്പോ ഒരുപാട് ഹാലൂസിനേഷൻസും പലയിടങ്ങളിൽ നിന്നും വിചിത്രമായ ശബ്ദങ്ങളും അവൾ കേൾക്കുകയാണ്. ആ വീടിന് എന്തോ കുഴപ്പമുള്ളതായിട്ട് അവൾക്ക് തോന്നുന്നുണ്ട്. കൂടാതെ പല മരിച്ച ആൾക്കാരുടെ ആത്മാക്കളെ അവൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം രാത്രി റൂമിലിരിക്കുന്ന ആംബർ താഴത്തെ മുറിയിൽ നിന്നും ഭയങ്കരമായ കരച്ചിൽ കേൾക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന അവളെ റൂംമേറ്റിന്റെ മുറിയിൽ പോയി അവള് തട്ടുന്നുണ്ടെങ്കിലും അവിടെ എങ്ങും ആരെയും കാണുന്നില്ല. പിറ്റേന്ന് അവള് റെഡിനോട് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അവൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തു പോയി എന്ന കാര്യം റെഡ് പറയുകയാണ്. പിന്നീട് ആംബറിന്റെ ജോലി സ്ഥലത്ത് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ടിനോട് അവൾ തന്റെ IDയുടെ പ്രശ്നമൊക്കെ പറയുകയാണ്. തനിക്ക് ഫേക്ക് ID ഉണ്ടാക്കുന്ന ഒരാളെ അറിയാമെന്നും പക്ഷെ അതിന് $3000 ചാർജ് വരുമെന്നും അവര് പറയുകയാണ്. താൻ ഇത്രയും നാള് കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടി വെച്ചിരുന്ന പൈസ അവൾ അവരെ ഏൽപ്പിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ആംബർ അവളുടെ റിലേറ്റീവ് ആയിട്ടുള്ള ബീറ്റോനെ കാണാൻ പോകുന്നുണ്ട്. അയാളാണ് അവക്ക് ജോലി സംഘടിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ജോലി കിട്ടണമെങ്കിൽ ID കാർഡ് വേണ്ടേ. തനിക്ക് ID കാർഡ് ഇല്ല എന്നുള്ള സത്യം ഇതുവരെ ആംബർ ബീറ്റോനോട് പറഞ്ഞിട്ടില്ല. പിന്നീട് ഒരു ദിവസം രാത്രി ആംബർ തന്റെ രോഗാവസ്ഥയിലുള്ള അമ്മയെയും ആ ബോക്സിനെയും സ്വപ്നം കാണുകയാണ്. ആംബറിന്റെ അമ്മ നിലവിലിപ്പോ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ജോലിക്ക് പോയിട്ട് വന്ന എല്ലാ ദിവസവും അവൾ അവരെ വിളിച്ച് സംസാരിക്കാൻ ചെയ്യാറുണ്ട്. അങ്ങനെ ജോലി കഴിഞ്ഞ് ഇറങ്ങുന്ന ആംബർ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ അവളുടെ പുറകിലെ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒന്നൊന്നായി അണയാണ്. ആരോ തന്നെ ഫോളോ ചെയ്യുന്നെന്ന് തോന്നുന്ന ആംബർ തിരിഞ്ഞു നോക്കുമ്പോൾ പക്ഷെ ഒന്നും കാണുന്നില്ല. അവള് തിരിഞ്ഞു നടക്കുമ്പോഴേക്കും അവിടെ ഒരു ആത്മാവ് നിന്ന് അവളെ നോക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവള് തിരിച്ച് ബിൽഡിങ്ങിലോട്ട് എത്തുമ്പോഴാവട്ടെ കാണുന്നത് വലിയ പൊക്കമുള്ള ഒരു മനുഷ്യരൂപം തന്റെ തല അവിടുത്തെ ബേസ്മെന്റിന്റെ ഡോറിലിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആദ്യം കുറെ നേരം അവൾ അങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ടേക്കൊന്നും പോകരുതെന്ന് റെഡ് പറഞ്ഞതുകൊണ്ട് തന്നെ അയാളെ ശ്രദ്ധിക്കാതെ അവൾ അവിടെയുള്ള കോമൺ കിച്ചണിലോട്ട് പോവുകയാണ്. അവിടെ വെച്ച് അവള് പുതിയ താമസക്കാരായ മറിയയും പെട്രിയയും പരിചയപ്പെടുകയാണ്. ഇത്രയും നാള് പേടിച്ചൊറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന ആംബറിന് അവർ വന്നത് വലിയ ആശ്വാസമായി. ഈ സമയം അങ്ങോട്ടേക്ക് വരുന്ന റെഡ് അവരോടെല്ലാം തിരിച്ച് റൂമിൽ പോകാൻ പറയാണ്. മറ്റുള്ളവർ രണ്ടും പോകുമ്പോ ആംബർ റെഡിനോട് താൻ ബേസ്മെന്റിന്റെ ഡോറിന്റെ അരികിൽ ഒരാളെ കണ്ടു, അതാരാണെന്ന് ചോദിക്കുകയാണ്. അത് തന്റെ സഹോദരൻ ബേഗാറാണെന്നും ആംബർ പേടിക്കണ്ടെന്നും പറയുകയാണ്. കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ ഫേക്ക് IDക്ക് വേണ്ടി ചെലവാക്കിയതുകൊണ്ട് ആംബറിന് പൈസയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ തന്ന അഡ്വാൻസ് തനിക്ക് തിരികെ തരുവാനായിട്ട് റെഡിനോട് ആംബർ ആവശ്യപ്പെടുകയാണ്. അത് തിരികെ തരാന്ന് റെഡ് സമ്മതിക്കുകയാണ്. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയ സമയത്ത് ആംബർ ബേസ്മെന്റിന്റെ അവിടേക്ക് പോയെങ്കിലും ആ ഡോറ് ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷെ അടുത്ത് തന്നെയുള്ള സ്റ്റഡി റൂമിലേക്ക് അവള് കയറി നോക്കുമ്പോ ആർക്കിയോളജിയായി ബന്ധപ്പെട്ട ഒരുപാട് ബുക്സും പിക്ചേഴ്സും ആർട്ടിക്കിൾസും ഒക്കെ കാണുകയാണ്. ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് ബുക്സും അവൾ അവിടെ കാണുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ തന്നെ ഈ വീട്ടിൽ ഇതിനു മുമ്പ് ഏതോ ആർക്കിയോളജിസ്റ്റ് ആണ് താമസിച്ചിരുന്നതെന്ന്
അവൾക്ക് മനസ്സിലാവുകയാണ്. അവിടെ പ്ലേ ആയിക്കൊണ്ടിരുന്ന ഒരു ടേപ്പ് റെക്കോർഡർ അവളെടുത്ത് കേട്ടു നോക്കുമ്പോ അതിലെല്ലാം ഏതോ റിച്വൽസിന്റെ പ്രെയർ ആയിരുന്നു. ഇതൊന്നും കൂടാതെ ആംബറിന് അവിടുന്ന് ആ ബോക്സ് കണ്ടെത്തിയ 2 ആർക്കിയോളജിസ്റ്റുമാരായ ഓദറിന്റെയും മേരിയുടെയും ഫോട്ടോ ഇട്ടാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ബോക്സ് കാരണമാണ് ഈ വീട്ടിൽ സ്ട്രേഞ്ച് ആയിട്ട് എന്തൊക്കെയോ നടക്കുന്നത്. മാത്രമല്ല ഈ ഓദറും മേരിയും റെഡിന്റെയും ബേഗറിന്റെയും പാരന്റ്സ് ആണ്. അവർക്ക് ശരിക്കും എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നും ഈ വീട് എങ്ങനെയാണ് ഇങ്ങനെയായി തീർന്നതെന്നും നമുക്ക് നോക്കാം. ആംബർ അവിടെ വേറെ എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് നോക്കുന്നുണ്ടെങ്കിലും എന്തോ വലിയ ശബ്ദം കേട്ട് അവൾ അവിടുന്ന് പേടിച്ചിട്ട് പോവാണ്. അപ്പോഴാണ് നമുക്ക് അവിടെ നിൽക്കുന്ന മേരിയുടെ ആത്മാവിനെ കാണുന്നത്. ആംബർ അടുത്ത ദിവസം ജോലിക്ക് വന്നപ്പോ അവൾ ഐഡിക്കായി പൈസ കൊടുത്ത് ആ ഫ്രണ്ടിനെ കാണുന്നില്ല. അവൾ ഒരുപാട് തവണ ഫോൺ വിളിച്ച് നോക്കിയെങ്കിലും കിട്ടുന്നുണ്ടായിരുന്നില്ല. ചുരുക്കി പറഞ്ഞ ആംബറിനെ അവള് പറ്റിച്ചു. ആംബർ ബോസിനോട് അവള് ഫ്രണ്ടിന്റെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ടെങ്കിലും അയാൾ അത് കൊടുത്തതുമില്ല. ആംബറിനെ അവിടെ നിന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകൂടി ചെയ്യാണ്. താൻ ഇത്രയും നാളും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ ഒരാള് പറ്റിച്ചോണ്ട് പോയി. ഇപ്പോഴതാ ജോലി നഷ്ടപ്പെട്ടു. ഇനി പോലീസിന്റെ കയ്യിലും കൂടെ പെട്ട ഈ രാജ്യത്ത് നിന്ന് തന്നെ അവക്ക് പോവേണ്ടി വരും. ഇതെല്ലാം ആലോചിച്ച് ആംബർ വളരെ മോശം സിറ്റുവേഷനിലായിരുന്നു. അന്ന് വളരെ സങ്കടത്തിൽ തിരിച്ചെത്തിയ ആംബർ കുളിച്ചോണ്ടിരിക്കുമ്പോഴാട്ടെ കർട്ടന്റെ പിന്നിലൊരു നിഴല് കാണാണ്. ആദ്യം നോക്കുമ്പോൾ അവളൊന്നും കാണുന്നില്ലെങ്കിലും അവൾ ഒന്നും കൂടി നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ആത്മാവിനെ കാണാണ്. ആംബർ ആദ്യമായിട്ട് ഇവിടെ താമസിക്കാൻ വന്നപ്പോ കൂടെ ഉണ്ടായിരുന്ന റൂംമേറ്റ് ഇല്ലേ, അവളുടെ ആത്മാവിനെയാണ് ആംബർ കാണുന്നത്. അത് കണ്ട് പേടിച്ച് പുറത്തേക്ക് ഇറങ്ങി നോക്കുന്ന ആംബർ കാണുന്നത് ആ പെൺകുട്ടിയുടെ ആത്മാവ് തന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിരുന്ന് കരയുന്നതാണ്. ഈ സമയം അങ്ങോട്ടേക്ക് എത്തുന്ന മേരിയുടെ ആത്മാവ് ആ പെൺകുട്ടിയുടെ ആത്മാവിനെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോവുകയാണ്. ഇതുകൂടാതെ ആംബർ തന്റെ അമ്മയുടെ ആത്മാവിനെ കൂടി അവിടെ കാണുകയാണ്. ഇതെല്ലാം കണ്ട് പേടിച്ച ആംബർ തന്റെ സാധനങ്ങളെല്ലാം ബാഗിലെടുത്ത് വെച്ച് പെട്ടെന്ന് തന്നെ അവിടുന്ന് സ്ഥലം വിടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു സഹായത്തിന് ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആംബർ അവളെ അങ്കിളായിട്ടുള്ള ബീറ്റോനെ സഹായത്തിനായി വിളിക്കുകയാണ്. ബീറ്റോ ഉടനെ പോലീസിനെ കോൾ ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും തനിക്ക് ID കാർഡ് ഇല്ല എന്ന് അപ്പോഴാണ് ആംബർ ബീറ്റോനോട് തുറന്നു പറയുന്നത്. ഇത് കേട്ട ബീറ്റോ ആദ്യമൊക്കെ അവളെ കുറെ വഴക്ക് പറയുന്നുണ്ടെങ്കിലും ആംബർ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ താൻ വരാന്ന് പറയുകയാണ്. ആംബർ റെഡിന്റെ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ റെഡ് ഉണ്ടായിരുന്നില്ല. പകരം ബേഗാറ് താൻ റെഡ് വരുമ്പോ അറിയിക്കാന്ന് പറയുകയാണ്. അവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് തോന്നുന്ന ആംബർ റെഡിനെ ഒന്നും കാത്തു നിൽക്കാതെ ആ രാത്രി തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അവളുടെ കയ്യിൽ ഒരു റൂം എടുക്കാനുള്ള പൈസയൊന്നുമില്ല. കൂടാതെ തന്നെ അവളുടെ കയ്യിൽ ID കാർഡും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹോട്ടൽസിൽ കയറി ഇറങ്ങുന്നുണ്ടെങ്കിലും അവൾക്കൊരു സ്ഥലം കിട്ടുന്നില്ല. അങ്ങനെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആംബർ വീണ്ടും തന്റെ അമ്മയുടെ ആത്മാവിനെയും ആ ബോക്സിനെയൊക്കെ കണ്ട് പേടിക്കുന്നുണ്ട്. പുറത്ത് ഭയങ്കരമായിട്ടുള്ള തണുപ്പായതുകൊണ്ട് തന്നെ അവൾക്ക് അങ്ങനെ പുറത്ത് നിൽക്കാനും പറ്റുന്നില്ല. വേറെ വഴിയൊന്നുമില്ലാതെ ആംബർ റെഡിനെ കോണ്ടാക്ട് ചെയ്ത് അവനെ ഒരു കോഫി ഷോപ്പിൽ വെച്ച് മീറ്റ് ചെയ്യാണ്. അഡ്വാൻസ് പൈസ തന്റെ കയ്യിൽ ഇപ്പോ ഇല്ല, വീട്ടിലോട്ട് വന്നാൽ അത് എടുത്തു തരാന്ന് പറയാണ്. വേറെ വഴിയൊന്നുമില്ലാതെ ആംബർ റെഡിനൊപ്പം പോകുന്നുണ്ട്. അവിടേക്ക് എത്തിയ ആംബർ റെഡിനോട് പൈസ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും റെഡിന്റെ സ്വഭാവം മൊത്തത്തിൽ മാറിയതായിട്ട് അവൾക്ക് മനസ്സിലാവാണ്. റെഡ് ആംബറിനെ മദ്യപിക്കാനായിട്ട് നിർബന്ധിക്കുന്നുണ്ടെങ്കിലും അവൾ വഴങ്ങുന്നില്ല. ഈ സമയം അങ്ങോട്ടേക്ക് എത്തിയ ബേഗാറ് ആംബറിനെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും മദ്യം കഴിപ്പിക്കുകയും ചെയ്യാണ്. ഈ സമയം കോളിംഗ് ബെല്ല് കേൾക്കുന്ന ബേഗാറ് ആരാണ് വന്നിരിക്കുന്നത് അറിയാൻ താഴേക്ക് ചെല്ലാണ്. നേരത്തെ ആംബർ ലൊക്കേഷൻ അയച്ചതിനെ തുടർന്ന് ബീറ്റോയാണ് അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ആംബർ വെക്കറ്റായി പോയി എന്ന് ബേഗാറ് പറയുന്നുണ്ടെങ്കിലും അവിടെ ഇരിക്കുന്ന ആംബറിന്റെ കോട്ടും ബാഗും ബീറ്റോ കാണുന്നുണ്ട്. ബീറ്റോ പുറത്ത് വന്ന് നിൽക്കുന്നത് കണ്ട ആംബർ അവിടുത്തെ ജനാല പൊട്ടിച്ച് ബീറ്റോനെ വിളിക്കുന്നുണ്ട്. ഇത് കണ്ട ബീറ്റോ ആകട്ടെ ബേഗാറിനെ തള്ളി മാറ്റി ബലമായിട്ട് അകത്തേക്ക് കയറുകയാണ്. അങ്ങനെ ആംബറിനെ രക്ഷിക്കാൻ പോകുന്ന ബീറ്റോനെ ബേഗാർ അടിച്ചു കൊല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ബേഗാറും റെഡും കൂടി ആംബറിനെയും പെട്രിയെയും മറിയേയും കൂടി ഒരു മുറിയിൽ പൂട്ടി വെക്കുകയാണ്. അവരോട് സംസാരിക്കുമ്പോൾ താൻ സ്വപ്നം കാണുന്നത് പോലെ അവരെ പ്രിയപ്പെട്ടവരെയും ആ ബോക്സും സ്വപ്നം കാണുന്നുണ്ടെന്ന് ആംബറിന് മനസ്സിലാവുകയാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് വരുന്ന ബേഗാറ് അവിടെ ഉണ്ടായിരുന്ന പെട്രയും മറിയെ അവിടെ നിന്ന് കൊണ്ടുപോവാണ്. റെഡ് ആവട്ടെ റിച്വൽസിന്റെ ഒക്കെ ഭാഗമായിട്ട് ആംബറിന്റെ ദേഹത്തെല്ലാം ഒരു വെള്ള പൊടി തേക്കുകയും അവളെ കെട്ടിവെക്കുകയും ചെയ്യാണ്. ഇതൊക്കെ എന്തിനാണ് ചെയ്തതെന്ന് ചോദിക്കുന്ന ആംബറിനോട് തങ്ങളുടെ അച്ഛൻ വളരെ ക്രൂരനായിരുന്നെന്നും അയാള് തന്നെയാണ് അമ്മയെയും കൊന്നതെന്നും അച്ഛനെ പോലെ തന്നെ ബേഗാറും ബോക്സിനടിമയാണെന്ന് ഇതൊക്കെ നിർത്തി നമുക്ക് രണ്ടുപേർക്കും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് ആംബർ റെഡിനോട് പറയുന്നുണ്ടെങ്കിലും ബേഗാർ തന്റെ സഹോദരനാണെന്നും അവന് വയ്യാത്തത് മാറുമ്പോ ഞങ്ങൾ ഇതെല്ലാം നിർത്തുമെന്ന് റെഡ് പറയുകയാണ്. ഈ സമയം അങ്ങോട്ടേക്ക് എത്തുന്ന ബേഗാറ് ആംബറിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ആംബറിന് ഇതുവരെ ഈ വീട്ടിൽ കൊല്ലപ്പെട്ട എല്ലാവരുടെ ആത്മാക്കളെ കാണാൻ പറ്റുകയാണ്. ബേസ്മെന്റിലെ ആ ബോക്സിന്റെ മുന്നിലായുള്ള ഒരു കല്ലിലേക്ക് ആംബറിനെ ബേഗാറ് കെട്ടിവെക്കുകയാണ്. എന്നിട്ട് ആ ബോക്സ് തുറന്ന ശേഷം ബേസ്മെന്റിന്റെ ഡോർ അടച്ച് പുറത്തേക്ക് പോവുകയാണ്. ആംബറാവട്ടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും കെട്ടിവെച്ചതുകൊണ്ട് തന്നെ ഒന്നും നടക്കുന്നില്ല. ആ ബോക്സ് ഒരു ടണല് പോലെ അങ്ങ് നീണ്ടു കിടക്കുകയാണ്. അതിനകത്ത് നിന്നും ഏതോ ജീവിയുടെ ഭയാനകമായ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഈ സമയത്താണ് ബേസ്മെന്റിന്റെ ഡോറും തുറന്ന് അങ്ങോട്ടേക്ക് ബിറ്റോ വരുന്നത്. ബിറ്റോ ആംബറിന്റെ കയ്യിലെ ചങ്ങലയൊക്കെ അഴിച്ച് അവളും ബിറ്റോയും കൂടി ബേസ്മെന്റിന്റെ അപ്പുറത്തുണ്ടായിരുന്ന ഒരു മുറിയിലേക്ക് കയറുകയാണ്. രണ്ടുപേരും കൂടി പ്രയാസപ്പെട്ട് ആ
ഡോർ എങ്ങനെയെങ്കിലും തുറക്കുമ്പോൾ ആംബർ കാണുന്നത് ഹോസ്പിറ്റലിലുള്ള തന്റെ അമ്മയാണ്. ബിറ്റോനെ അപ്പോഴേക്കും കാണാതായിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് അടുത്തേക്ക് ചെല്ലുന്ന ആംബറിനെ ഒരു പ്രത്യേക രീതിയിൽ സംസാരിച്ച് അമ്മ അവളെ അടുത്ത് തന്നെ പിടിച്ചിരുത്താൻ നോക്കുകയാണ്. സത്യത്തില് ആ ബോക്സിനുള്ളിലുള്ള സാത്താൻ ജീവിക്കുന്നത് തന്നെ മനുഷ്യരുടെ മൈൻഡിലും സ്വപ്നത്തിലും ഒക്കെ കടന്നുകൂടി അവര് മാനസികമായിട്ട് തളർന്നിരിക്കുന്ന സമയത്ത് അവരെ കൊന്ന് അവരെ ആത്മാവിനെ സ്വീകരിച്ചിട്ടാണ്. അവരങ്ങനെ സ്വപ്നത്തിലായിരിക്കുമ്പോൾ മാത്രമേ ഈ സാത്താൻ അവരെ കൊല്ലാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് കാണിക്കുന്നത് ആ ബോക്സിൽ നിന്നും വികൃത രൂപമുള്ള ആ സാത്താൻ പുറത്തേക്ക് വരുന്നതാണ്. കാലുകളുടെ സ്ഥാനത്ത് 2 കൈയും തല മേളിലും വായ താഴ്ഭാഗത്തൊക്കെ ആയിട്ടുള്ള ഏലിയൻ പോലിരിക്കുന്ന ഒരു രാക്ഷസ രൂപം. അതേസമയം സ്വപ്നത്തിലുണ്ടാവുന്ന ആംബർ താൻ കാണുന്നതൊന്നും സത്യമല്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ് അവളുടെ അമ്മയെ തന്നെ തലയണെ അമർത്തി കൊല്ലാൻ നോക്കുകയാണ്. അങ്ങനെ അവരെ കൊല്ലുമ്പോഴേക്കും അവൾ അവളുടെ ഇല്യൂഷനിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. തന്റെ കൺട്രോളിൽ നിന്നും അവൾ പോയി എന്നുള്ള കാര്യം മനസ്സിലാവുന്ന ആ രൂപം പെട്ടെന്ന് തന്നെ തിരിച്ച് ബോക്സിനുള്ളിലേക്ക് കയറുകയാണ്. ഒരു നിമിഷം ഷോക്കായി നിൽക്കുന്ന ആംബർ ആ ബോക്സ് അടച്ചു വെക്കുകയാണ്. ബേസ്മെന്റിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആംബർ തന്നെയും മറ്റു പല പെൺകുട്ടികളെയും ഈ അവസ്ഥയിലാക്കിയ റെഡിനെയും ബേഗാറിനെയും ഒരു പാഠം പഠിപ്പിക്കണമെന്ന് വിചാരിക്കുകയാണ്. അതേ തുടർന്ന് കയ്യിൽ കിട്ടിയ ഒരു ആയുധമായിട്ട് അവൾ റെഡിനെ അടിച്ചിടുകയാണ്. ബേഗാറിനെ അവളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബേഗാർ അവളെ തിരിച്ചാക്രമിച്ച് അവളുടെ കാല് ചവിട്ടി ഒടിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ട് ആംബറിനെ സഹായിക്കാനായിട്ട് പെട്രി അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. അവൾ മരിച്ചിട്ടില്ലായിരുന്നു. പെട്രിയെ ബേഗാർ മുകളിലത്തെ നിലയിൽ നിന്ന് താഴോട്ടേക്ക് എടുത്ത് എറിഞ്ഞു കൊല്ലുകയാണ്. അങ്ങനെ അവസാനം ബേഗാറിനെ ആക്രമിച്ച് ഒരു വിധത്തിൽ ആംബർ അവനെ കൊന്നു കളയാണ്. അവിടെ അടികൊണ്ട് മുറിവേറ്റ് കിടക്കുന്ന റെഡ് തന്നെ ഒന്നും ചെയ്യരുതെന്ന് അപേക്ഷിക്കുന്നുണ്ടെങ്കിലും ഇത്രയും പേരെ ബലി കൊടുത്തതുപോലെ തന്നെ ആ ബോക്സിന്റെ മുന്നിൽ കൊണ്ട് ആംബർ അവനെ കെട്ടിവെക്കുകയാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്ന ആ സാത്താൻ തന്റെ വായ കൊണ്ട് റെഡിന്റെ തല കടിച്ചെടുത്ത ശേഷം അവനെ കൊല്ലുകയാണ്. അവൻ മരിച്ചു കഴിഞ്ഞപ്പോ ആംബറിന് അവന്റെ പ്രേതത്തെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വയ്യാത്ത കാലം വെച്ച് പുറത്തേക്ക് നടക്കുന്ന ആംബറിന് പെട്ടെന്ന് തന്റെ ശരീരത്തിന്തോ മാറ്റം വരുന്നത് പോലെ തോന്നുകയാണ്. ഒടിഞ്ഞുപോയ അവളെ കാലൊക്കെ പഴയ വിധത്തിലാവുകയാണ്. കൂടാതെ മുറിവുകളെല്ലാം മായം ചെയ്യാണ്. ഇതില് ഈ ബോക്സ് കണ്ടുപിടിച്ചവരായിരുന്നു ബേഗാറിന്റെ റെഡിന്റെ പാരന്റ്സ് ആയിട്ടുള്ള ഓദറും മേരിയും. ഓദർ ഒരു സമയത്ത് ഈ ബോക്സിന്റെ അടിമയാവുകയും തന്റെ ഭാര്യയെ തന്നെ അതിന് ബലി കൊടുക്കുകയും ചെയ്യാണ്. ബേഗാർ തന്റെ എന്തോ അസുഖത്തെ തുടർന്ന് തന്റെ അച്ഛനെയും പിന്നീട് ഇവിടെ താമസിക്കാനായിട്ട് വരുന്ന പലരെയും ഇങ്ങനെ ബലി കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അതിന് പകരമായിട്ട് ആ സാത്താൻ അവനെ സുഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതാണിപ്പോ ആംബറിന് സംഭവിച്ചിരിക്കുന്നത്. ബേഗാർ മരിച്ചതോടൊപ്പം തന്നെ ബേഗാറിന്റെ സ്ഥാനത്ത് ആ ബോക്സ് ആംബറിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. ഈ സിനിമ ഇൻസ്പയർഡ് ആയിരിക്കുന്നത് ആസ്തെക് മെത്തോളജിയിലെ സ്പാപ്പിലോട്ടിൽ എന്ന മരണത്തിന്റെ ദേവതയെ ആസ്പദമാക്കിയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ പലയിടങ്ങളിലും ബട്ടർഫ്ലൈസിനെയും മോത്സിനെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ സിനിമയിലുള്ള ഈ സാത്താൻ മനുഷ്യ മനസ്സിലേക്ക് കടന്നു കയറി അവരുടെ വേദനകളും ട്രോമാസും ഒക്കെ കൺട്രോൾ ചെയ്ത് അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ആംബർ ആ മാനിപ്പുലേഷനിൽ നിന്നും തിരിച്ചു വന്നുകൊണ്ട് മാത്രമാണ് അവർക്ക് ജീവിതത്തിലേക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. നോ വൺ ഗെറ്റ്സ് ഔട്ട് അലൈവ് എന്ന സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ.